സ്കിന്നിന് പലതരം പ്രശ്നങ്ങളും നമ്മൾ പലരും ഫേസ് ചെയ്യുന്നുണ്ട്. സ്കിന്നിൽ നിന്ന് എല്ലാം തുടച്ചു മാറ്റി ഇതേപോലെ മാറ്റം നിങ്ങൾ ആഗ്രഹിക്കുന്നു. നമ്മളെല്ലാവരും ഏതെങ്കിലും ഒരു ഫംഗ്ഷന് പോകുന്നതിന് മുന്നേ നമ്മൾ ചെയ്യുന്ന ഒരു കാര്യമുണ്ട്. ഒന്നെങ്കിൽ ബ്ലീച്ച് ചെയ്യും, അതല്ലെങ്കിൽ ഫേഷ്യൽ ചെയ്യും. അതിനു വേണ്ടി നിങ്ങൾ പണം കളയേണ്ട ഒരു ആവശ്യമില്ല. ഇപ്പം നിങ്ങളിപ്പം ബ്ലീച്ച് ചെയ്യാനായിട്ട് ഇരിക്കുകയാണോ, ഞാനൊരു എളുപ്പമാർഗ്ഗം പറഞ്ഞു തരട്ടെ. ഈ ഒരു ബ്ലീച്ച് നിങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ വിപണിയിൽ ഇപ്പം വലിയ വലിയ വിലയുള്ള ബ്ലീച്ചിനെക്കാട്ടിലും സ്കിന്നിന് നല്ല രീതിയിൽ തിളക്കം നൽകുന്ന ബ്ലീച്ച് നമുക്ക് അടുക്കളയിലുള്ള കുറച്ച് കാര്യങ്ങൾ വെച്ച് ചെയ്യാം. അതെങ്ങനെയാണെന്നുള്ളത് പറയാം. അതിന് മുന്നേ നിങ്ങൾ ആദ്യമായിട്ടാണോ എൻ്റെ വീഡിയോസ് കാണുന്നത്? ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എൻ്റെ കൂടെ കൂടാനും പിന്നെ നിങ്ങളുടെ ആ ഒരു വിലപ്പെട്ട ഒരു ഹൃദയം ഉണ്ടല്ലോ, ലൈക്ക് എനിക്ക് തരാനും മറക്കല്ലേ. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. കൂട്ടുകാരെ, നിങ്ങൾക്ക് എല്ലാവർക്കും സുഖമാണോ? എന്നെ ഒന്ന് പരിചയപ്പെടുത്താം. എൻ്റെ പേര് റംസാനിയ. എൻ്റെ പ്രൊഫഷൻ എന്ന് പറയുന്നത് ഫാഷൻ ഡിസൈനിങ് ആൻഡ് ബ്യൂട്ടീഷ്യൻ ആണ്. എല്ലാവരും ഫംഗ്ഷനൊക്കെ പോകുന്നതിന് മുന്നേ ഒന്നെങ്കിൽ ഫേഷ്യൽ ചെയ്യും, അല്ലെങ്കിൽ ബ്ലീച്ച് ചെയ്യും. ഒന്നെങ്കിൽ വിപണിയിൽ കിട്ടുന്ന ബ്ലീച്ചിങ് ക്രീം മേടിച്ച് നമ്മൾ ഉപയോഗിക്കും, അതല്ലെങ്കിൽ പാർലറിൽ പോയിട്ട് ബ്ലീച്ച് ചെയ്യും. നിങ്ങളിപ്പം പാർലറിൽ കൊടുക്കുന്നതും വിപണിയിൽ നിന്ന് ബ്ലീച്ച് മേടിക്കുമ്പോഴും പണം കൊടുക്കണം. നിങ്ങളുടെ അടുക്കളയിലുള്ള കുറച്ച് കാര്യങ്ങൾ വെച്ചിട്ട് അതിനെക്കാട്ടിലും ഇരട്ടി റിസൾട്ട് നൽകുന്ന ബ്ലീച്ച് നമുക്ക് വീട്ടിൽ തന്നെ ചെയ്യാം. ഈ പറയുന്ന പോലെ നിങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ സ്കിന്നിൻ്റെ ആ ഒരു ബ്ലീച്ച് പുറത്ത് പോയി ചെയ്യുമ്പോൾ കിട്ടുന്ന ആ ഒരു തിളക്കത്തിനെക്കാട്ടിലും ഇരട്ടി തിളക്കം ഒരു മാസം വരെയും നിങ്ങളുടെ സ്കിന്നിന് നിർത്തുന്ന രീതിയിൽ കിട്ടും. അതെന്താണ് സംഭവം എന്നുള്ളത് പറയാം. ആ ഒരു ബ്ലീച്ച് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്നും പറയാം. അത് ഉപയോഗിച്ചിട്ടുള്ള ലൈവ് ചേഞ്ചസും കാണാം. നമ്മുടെ ബ്ലീച്ച് തയ്യാറാക്കാൻ ആദ്യമേ തന്നെ നമുക്ക് വേണ്ടത് നല്ല ക്ലീൻ ആയിട്ടുള്ള ഒരു പാത്രം വേണം. അതിലേക്ക് റൈസ് പൗഡർ 1 ടേബിൾ സ്പൂണോളം ചേർത്ത് കൊടുക്കണം. അങ്ങനെ റൈസ് പൗഡർ ചേർത്ത് ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ നമ്മുടെ ഓറഞ്ച് പീൽ പൗഡർ ചേർത്ത് കൊടുക്കണം. ഒരു 4 മണിക്കൂർ ഇളം ചൂടുള്ള വെള്ളത്തിൽ കുതിരാനായിട്ട് വെച്ച നമ്മുടെ ഉലുവയുടെ ആ ഒരു വെള്ളം 1.5 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കേണ്ടതാണ്. അങ്ങനെ ഉലുവയുടെ വെള്ളവും ചേർത്തിട്ടുണ്ട്. അതിനുശേഷം ഇനി ഇതിലേക്ക് നമ്മൾ അടുത്തതായിട്ട് ചേർക്കാനായിട്ട് പോകുന്നത് നമ്മുടെ സ്കിന്നിനെ നാച്ചുറലായിട്ട് ബ്ലീച്ച് നൽകാൻ സഹായിക്കുന്ന ഒന്നാണ് ലെമൺ ജ്യൂസിൽ നിന്ന്. ലെമൺ ജ്യൂസാണ് നമ്മൾ ചേർത്ത് കൊടുക്കേണ്ടത്. 1/2 മുറി ലെമണിൻ്റെ ജ്യൂസ് ചേർത്ത് കൊടുക്കുക. ഇവിടെ ഞാൻ ബോട്ടിൽ മേടിച്ച് വെച്ചിരിക്കുന്ന ജ്യൂസാണ് ചേർത്തേക്കുന്നത്, അതായത് ലെമൺ ജ്യൂസ്. അതിനുശേഷം നല്ല പോലെ മിക്സാക്കി കൊടുക്കുക. ഇനി ഇതിലേക്ക് നമുക്ക് റോ മിൽക്ക്, അതായത് പച്ചപ്പാല് 1 ടേബിൾ സ്പൂൺ ചേർത്ത് നല്ല പോലെ അങ്ങോട്ട് മിക്സ് ആക്കേണ്ടതാണ്. അങ്ങനെ മിക്സ് ആക്കി കൊടുക്കുകയാണ്. അങ്ങനെ നമ്മുടെ ബ്ലീച്ച് റെഡി ആയി കഴിഞ്ഞിട്ടുണ്ട്. ഇത് നിങ്ങൾക്ക് കൈകളിലും മുഖത്തും ഒക്കെ ഒരേപോലെ ഉപയോഗിക്കാവുന്നതാണ്. അടിപൊളി റിസൾട്ടാണ് നിങ്ങളുടെ സ്കിന്നിന് ഈ ഒരു ബ്ലീച്ചിൽ നിന്ന് കിട്ടുന്നത്. എന്തായാലും ഫേസിലേക്ക് ഇടാം. അങ്ങനെ നമ്മുടെ ബ്ലീച്ച് ഫേസിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. നിങ്ങൾക്കിത് കൈകളിലും കഴുത്തേലും ഒക്കെ ഉപയോഗിക്കാം. ഞാനിപ്പോൾ എൻ്റെ ഫേസിൽ മാത്രമാണ് ഇടുന്നത്. ഇട്ട് കൊടുത്ത് ഒരു 3 മിനിറ്റിന് ശേഷം തുടച്ചിട്ടുള്ള മാറ്റം കാണിക്കാം. അങ്ങനെ 3 മിനിറ്റ് ആയിട്ടുണ്ട്. കുറച്ച് വെള്ളം വെച്ച് ഒന്ന് സ്ക്രബ് ചെയ്തിട്ടാണ് ഫേസിൽ നിന്ന് ഞാനിത് തുടച്ച് മാറ്റുന്നത്. തുടച്ചപ്പോൾ സ്കിന്നിൻ്റെ ആ ഒരു ഗ്ലോ നിങ്ങൾ കണ്ടോ? നാച്ചുറലായിട്ടുള്ള ഈ ഒരു ബ്ലീച്ചിൽ നിന്ന് ഇത്രയും റിസൾട്ടോ? നിങ്ങൾ ഒന്ന് ചെയ്തു നോക്ക്. നിങ്ങളുടെ സ്കിൻ വെട്ടിത്തിളങ്ങാൻ പുറത്തു നിന്നുള്ള ബ്ലീച്ച് ഒന്നും ചെയ്യേണ്ട, ഈ ഒരു ബ്ലീച്ച് ചെയ്താൽ മതി. മുഖത്തിൽ നിന്ന് തുടച്ചപ്പോൾ മുഖത്തിൻ്റെ ആ ഒരു ഗ്ലോ നിങ്ങൾ കണ്ടോ? കൈയും മുഖവും തമ്മിലുള്ള വ്യത്യാസവും കണ്ടോ? അടിപൊളിയാണ്. എന്തായാലും ഒന്ന് ചെയ്തു നോക്ക്. പലരും ഫേസ് ചെയ്യുന്ന ഒരു പ്രശ്നമുണ്ട്, ബ്ലീച്ചൊക്കെ ചെയ്തിട്ട് സ്കിന്നിന് ഇറിറ്റേഷനും ഒക്കെ ഉണ്ടാകുന്നത്. അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും വരില്ല ഈ ഒരു ബ്ലീച്ച് ചെയ്താൽ. കാരണം നമ്മുടെ പ്രകൃതിദത്തമായ ബ്ലീച്ചാണ്. കൂട്ടുകാരെ, ഒന്ന് ചെയ്തു നോക്ക്. സ്കിന്നിന് തിളക്കം നൽകാൻ വേറെ ഒന്നും തന്നെ വേണ്ട. സ്കിന്നിൻ്റെ എല്ലാ പ്രശ്നങ്ങളും മാറ്റി സ്കിൻ നല്ല ഗ്ലോയിങ് ആക്കാൻ ഈ ഒരു ബ്ലീച്ചിൽ നിന്ന് സാധിക്കും. കൂട്ടുകാരെ, ഒന്ന് ചെയ്തിട്ട് എന്താണ് അതിൻ്റെ റിസൾട്ട് എന്നുള്ളത് വന്ന് പറയണേ. പിന്നെ ഈ ഒരു വീഡിയോ മാക്സിമം ഒന്ന് നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കും ഫാമിലി ഗ്രൂപ്പിലേക്കും ഒന്ന് ഷെയർ ചെയ്ത് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ കേട്ടോ. പുതിയ വീഡിയോയുമായി കാണാം. എല്ലാവർക്കും നല്ല ദിവസം ആശംസിക്കുന്നു. ബൈ.